രണ്ടാം വാരത്തിൽ നമ്മൾ റഷ്യ-മംഗോളിയ അതിർത്തി കടന്ന് മംഗോളിയയിലേക്ക് കാലുകുത്തിയപ്പോൾ നമ്മുടെ മഹാപലായനത്തിന്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്ന് പറയാം. മംഗോളിയയും ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരുന്നെങ്കിലും സ്വതന്ത്ര രാജ്യമായിരുന്നു. അതുകൊണ്ട് റഷ്യൻ പോലീസ് നമ്മളെ പിന്തുടരുമെന്ന പേടി വേണ്ടായിരുന്നു. വരുന്ന വഴിയിൽ അവിടെയുള്ള ഒരു ഉരുളക്കിഴങ്ങ് പാടത്തുനിന്ന് 100 കണക്കിന് പൗണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ പറിച്ചെടുത്ത് ചാക്കിലാക്കിയിരുന്നു. റഷ്യയിലേക്ക് ഭിക്ഷാടകരായി റഷ്യൻ പോലീസിന്റെ തടവുകാരായി വന്നവർ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ചാക്കുകളുടെ സമ്മാനവുമായാണ് അതിർത്തി കടക്കുന്നത്. നമ്മൾ അതിർത്തി കടക്കുമ്പോൾ നേരം സന്ധ്യയായിരുന്നു. ചുവന്ന തൂണുകൾ സ്ഥാപിച്ചും അതിൽ റഷ്യയുടെ ഗോതമ്പ് കതിരും ചുറ്റികയും ചേർന്ന ചിഹ്നമുള്ള ബോർഡുകൾ അടിച്ചും അവിടെ അതിർത്തി തിരിച്ചിരുന്നു. ഒരു തൂണിൽ നിന്ന് നോക്കിയാൽ ഇടത്തും വലത്തുമുള്ള തൂണുകൾ വ്യക്തമായി കാണാമായിരുന്നു. ആ ബോർഡുകളുടെ പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആരും നോക്കിയില്ല. അവിടെ ഒന്നുമുണ്ടായിരുന്നില്ല. അത് വെറും ഖാലിയായിരുന്നു. അവിടെയൊന്നും സുരക്ഷാസേനയെ കണ്ടില്ല. അതിർത്തി കടന്ന ഉടനെ നമ്മളെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. സന്തോഷത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. സ്മിത്ത് പെട്ടെന്ന് ആ ആഹ്ലാദപ്രകടനങ്ങൾ തടഞ്ഞു. തന്റെ ഉരുളക്കിഴങ്ങ് ചാക്ക് തോളിലേറ്റി വേഗത്തിൽ മുന്നോട്ട് നടന്നു. നമ്മളും നൃത്തം ചെയ്തുകൊണ്ട് അവനെ പിന്തുടർന്നു. നമ്മൾ ഈ ശപിക്കപ്പെട്ട സ്ഥലത്തുനിന്ന് എത്രയും വേഗം അകലണം. കാരണം റഷ്യക്കാരുടെ സ്വാധീനം ഇവിടെ എത്ര ദൂരം വരെ ഉണ്ടെന്നറിയില്ല. കൂടാതെ നമ്മളിപ്പോൾ എവിടെയാണ്, ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നൊന്നും അറിയില്ല എന്ന് അവൻ ഗൗരവമായി വിവരിച്ചു. അവിടെ നിന്ന് നമ്മുടെ ഭാരമേറിയ ഉരുളക്കിഴങ്ങ് ചാക്ക് തോളിൽ തട്ടുന്നുണ്ടായിരുന്നെങ്കിലും നേരം നന്നായി ഇരുട്ടുന്നതുവരെ വേഗത്തിൽ നടന്നു. ദൂരെയുള്ള ദിക്കിൽ അതിർത്തി തൂണുകൾ മറയുന്നതുവരെ നമ്മൾ വേഗത്തിൽ ഓട്ടി. രാത്രി വിശ്രമിക്കുമ്പോൾ സ്മിത്ത് കണക്കുകൂട്ടി. നമ്മൾ 60 ദിവസം കൊണ്ട് 1400 മൈൽ നടന്നിട്ടുണ്ടാകുമെന്ന് ഏകദേശം കണക്കാക്കി. അത്രയും ദൂരം നടന്നത് അസാധാരണമായ ഒരു നേട്ടമായി തോന്നി. നമ്മളിലെല്ലാം ഒരുതരം സംതൃപ്തി പടർന്നു. പാൽക്കോവിച്ച് ചോദിച്ചു, നമ്മൾ ഇനിയും എത്ര ദൂരം നടക്കേണ്ടിവരും? ഞാൻ ആലോചിച്ചു പറഞ്ഞു, ഇപ്പോൾ നടന്നതിന്റെ ഇരട്ടി ദൂരമുണ്ടാകാം. പാൽക്കോവിച്ച് അക്ഷമയോടെ തലകുലുക്കി. പിന്നീട് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾ നടന്നു. ഇതുവരെ നമുക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: റഷ്യയിൽ നിന്ന് രക്ഷപ്പെടുക. രക്ഷപ്പെടാനുള്ള ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് ഞാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനാണ് ചിന്തിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും സോവിയറ്റ് ചങ്ങലകളിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പൂർണ്ണ വിശ്വാസമില്ലായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഒരു ചെറിയ സ്വതന്ത്ര രാജ്യമായതുകൊണ്ട് നമ്മളെ അധികം ചോദ്യം ചെയ്യാതെ അകത്തേക്ക് വിടുമെന്ന് കരുതിയാണ് അങ്ങനെ ചിന്തിച്ചത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പോയാലോ എന്നാലോചിച്ചു. ഇങ്ങനെ ചിന്തിക്കാൻ പ്രധാന കാരണം നേരത്തെ കണ്ടുമുട്ടിയ മംഗോളിയൻ തീർത്ഥാടകർ ടിബറ്റിലെ ലാസ നഗരത്തെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. നമ്മൾ കൂടുതലായി ടിബറ്റിനെക്കുറിച്ച് ചിന്തിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടേക്ക് തീർത്ഥാടകർ പോകുന്നതുകൊണ്ട് നമ്മളെ ആരും സംശയത്തോടെ നോക്കില്ല. ഭാഷ അറിയാത്ത രാജ്യത്ത് വെറുതെ ലാസ എന്ന് ചോദിച്ചാൽ മതി, എല്ലാവരും വഴി കാണിച്ചുതരും. ഇത് നമ്മുടെ തുടർന്നുള്ള യാത്രയ്ക്ക് വളരെ എളുപ്പമായി. ഞങ്ങൾ അതിർത്തി കടന്ന് 2 ദിവസത്തിനു ശേഷം ചില മലനിരകൾ മുന്നിൽ വന്നു. അവ കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി വിയർപ്പൊഴുകാൻ തുടങ്ങി. ദൂരെയുണ്ടായിരുന്ന മഴയുടെ കരിമേഘങ്ങൾ സാവധാനം അടുത്തുവന്നുകൊണ്ടിരുന്നു. പീരങ്കിയിൽ നിന്ന് വെടിയുണ്ട പായുന്നതുപോലെ ഇടിമുഴക്കം കേട്ടുതുടങ്ങി. കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നൽപ്പിണരുകൾ മേഘങ്ങൾക്കിടയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. അർദ്ധരാത്രിയോടെ കനത്ത മഴ ആരംഭിച്ചു. ഞങ്ങൾ പരിഭ്രമത്തോടെ ഒളിക്കാൻ ഒരിടം തിരഞ്ഞു. മിന്നൽ വെളിച്ചത്തിൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം പോലും ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടില്ല. യാത്ര തുടങ്ങിയ ശേഷം ഞങ്ങൾ കാണുന്ന ആദ്യത്തെ മഴയായിരുന്നു അത്. മിന്നലിന്റെയും ഇടിമുഴക്കത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ആ ഹോരാട്ടത്തിൽ ഞങ്ങളുടെ കാതുകൾ അടഞ്ഞുപോയി. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളെല്ലാം നനഞ്ഞു കുതിർന്നു. ശരീരത്തിൽ നിന്ന് വെള്ളം ധാരയായി ഒലിക്കാൻ തുടങ്ങി. ക്രിസ്റ്റീന ഇതുവരെ ഇത്തരമൊരു കൊടുങ്കാറ്റ് കണ്ടിട്ടില്ലാത്തതിനാൽ പേടിച്ച് വിറച്ചുപോയി. അവളെ മഴയിൽ നിന്ന് പരമാവധി സംരക്ഷിക്കാൻ ഞങ്ങൾ അവൾക്കു ചുറ്റും മറയായി നിന്നു. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമുണ്ടായില്ല. മഴ വന്നതുപോലെ തന്നെ പെട്ടെന്ന് ആരോ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ നിന്നു. അടുത്ത ദിവസം പ്രഭാതമായപ്പോഴേക്കും ഉദിച്ചുയർന്ന വെയിൽ ഞങ്ങളുടെ തണുപ്പ് കുറച്ചു. വെയിലിന്റെ ചൂടിൽ നനഞ്ഞ പാറകളിൽ നിന്ന് ജലബാഷ്പം ഉയരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മലയിറങ്ങുകയായിരുന്നു. മുതുകിൽ 20 പൗണ്ടോളം തൂക്കമുള്ള ഉരുളക്കിഴങ്ങ് ചാക്കുകളുണ്ടായിരുന്നതിനാൽ ഇറക്കം അത്ര സുഖകരമായിരുന്നില്ല. കയറ്റം പോലെ തന്നെ അത് കഠിനമായിരുന്നു. ഞങ്ങൾ കയറിയ പർവ്വതനിരകൾ വളരെ വിശാലമായിരുന്നു. അവയെല്ലാം കയറിയിറങ്ങി അപ്പുറം കടക്കാൻ ഞങ്ങൾക്ക് ഒരാഴ്ച വേണ്ടിവന്നു. വഴിനീളെ ഞങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങുകൾ കനലിൽ ചുട്ടുകഴിച്ചു. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ അവ വളരെ രുചികരമായിരുന്നു. ഞങ്ങൾ പർവ്വതങ്ങളെല്ലാം കയറിയിറങ്ങി സമതല പ്രദേശത്തേക്ക് കാലെടുത്തു വെച്ചപ്പോൾ മലമുകളിലെ തണുത്ത കാലാവസ്ഥയിൽ നിന്ന് പൊള്ളുന്ന ചൂടിലേക്ക് വന്നതുപോലെ തോന്നി. ഞങ്ങൾ കോട്ടുകളും മറ്റും അഴിച്ച് മുതുകിലിട്ട് നടക്കാൻ തുടങ്ങി. ചൂട് കാരണം ഞങ്ങളുടെ ചർമ്മമെല്ലാം പൊള്ളി തൊലിയിളകാൻ തുടങ്ങി. ഒരു ദിവസം കുറഞ്ഞത് 30 മൈലെങ്കിലും നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതിനാൽ യാത്രയുടെ അവസാനം ഞങ്ങൾ അങ്ങേയറ്റം തളർന്നുപോയിരുന്നു. കാലിലെ തഴമ്പുകളും വ്രണങ്ങളും ചികിത്സിക്കുന്നതിലായിരുന്നു വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ കൂടുതൽ സമയവും പോയിരുന്നത്.
ഞങ്ങൾ പന്നിയിറച്ചി വേവിച്ചപ്പോൾ ഊറിവന്ന കൊഴുപ്പ് പാൽക്കോവിച്ച് മുൻകരുതലായി ഒരു ചിരട്ടയിൽ ശേഖരിച്ചു വച്ചിരുന്നു. ഞങ്ങളുടെ കാലിലെ വിള്ളലുകളിൽ അതെല്ലാം പുരട്ടുമായിരുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന പ്രദേശത്ത് നൂറുകണക്കിന് നദികൾ ഒഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസത്തെ നടത്തത്തിനുശേഷം ആ ഭാഗത്തെ ആദ്യത്തെ നദി ഞങ്ങൾക്ക് മുന്നിലെത്തി. ചൂടുള്ള നിലത്ത് നടന്നു തളർന്ന ഞങ്ങൾക്ക് തെളിഞ്ഞൊഴുകുന്ന നദിയിലെ തണുത്ത വെള്ളത്തിൽ കാലിട്ടിരിക്കുന്നത് സ്വർഗ്ഗതുല്യമായി തോന്നി. ഞങ്ങൾ നദീതീരത്തെ തണുത്ത വെള്ളത്തിൽ കമഴ്ന്നുകിടന്ന് ദാഹം തീരുവോളം കുടിച്ചു. അവിടെത്തന്നെ തീ കൂട്ടി കുറച്ച് ഉരുളക്കിഴങ്ങുകൾ ചുട്ടുകഴിച്ച് വിശപ്പടക്കി. ആ നദിക്കരയിലിരിക്കുമ്പോൾ 1 മണിക്കൂറിന് ശേഷം ഒരു തോണി പുഴയിലൂടെ ഒഴുകിവരുന്നത് ഞങ്ങൾ കണ്ടു. തോണിക്കു മുകളിൽ ചെറിയൊരു കുടിൽ കെട്ടിയിരുന്നു. ഒരാൾ നീളമുള്ള ഒരു കോൽ പുഴയുടെ അടിത്തട്ടിൽ കുത്തി തോണി തുഴഞ്ഞു നീക്കുന്നുണ്ടായിരുന്നു. തോണിയിലുള്ളവർ ചൈനക്കാരെപ്പോലെ തോന്നി. നേർത്ത ലിനൻ വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള തോണികളും മനുഷ്യരെയും ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അത്! സന്തോഷത്തോടെ ഞങ്ങൾ അവർക്ക് നേരെ കൈവീശി. അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് അവർ തിരിച്ചും കൈവീശി കാണിച്ചു. അവിടെയുള്ള മറ്റു പല നദികളിലും ഇത്തരത്തിലുള്ള തോണി ഗതാഗതം ഞങ്ങൾ കണ്ടു. തോണി തുഴയുന്നവരെല്ലാം ചൈനക്കാരായിരുന്നു. എന്നാൽ റോഡുകളിൽ മംഗോളിയക്കാരെയല്ലാതെ ഒരു ചൈനക്കാരനെ പോലും ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ആ നദി മുറിച്ചുകടന്ന് 1 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഒരു കൂട്ടം ആളുകളെ കണ്ടുമുട്ടി. ഞങ്ങൾ പ്രത്യേക പാതയൊന്നും പിന്തുടരുന്നുണ്ടായിരുന്നില്ല. തെക്ക് ഭാഗത്തേക്ക് പോകുന്ന കാട്ടുപാതകളിലൂടെ കുന്നുകളും മലകളും ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു കൂട്ടം തീർത്ഥാടകർ പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. റോഡിൽ നിന്നും ഏകദേശം 50 വാര അകലെയായിരുന്നു ഞങ്ങൾ. ഞങ്ങളെ കണ്ട അവർ സംസാരിക്കാനെന്നോണം അവിടെ കാത്തുനിന്നു. പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന അവർ ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ നിശബ്ദരായി. ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ തലകുനിച്ചു വന്ദിച്ചു. 12 പേരുള്ള ആ സംഘത്തിൽ ഒരു ഒട്ടകവും 2 കുതിരകളും 4 കഴുതകളുമുണ്ടായിരുന്നു. ഒട്ടകത്തിനു മുകളിൽ ഒരു വൃദ്ധൻ സുഖമായി ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂർത്ത മംഗോളിയൻ തൊപ്പികൾ ധരിച്ചിരുന്നു. മുട്ടുവരെയെത്തുന്ന മൃദുവായ ചർമ്മം കൊണ്ടുള്ള ബൂട്ടുകളായിരുന്നു അവരുടെ വേഷം. പലതവണ തലകുനിച്ചുള്ള അഭിവാദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഒട്ടകപ്പുറത്തിരുന്ന വൃദ്ധൻ പതുക്കെ താഴെയിറങ്ങിവന്ന് വീണ്ടും ഞങ്ങളെ വന്ദിക്കുകയും തന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാകുന്നില്ലെന്ന് ഞങ്ങൾ തലയാട്ടി കാണിച്ചു. സ്മിത്ത് എന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, റഷ്യൻ ഭാഷയിൽ സംസാരിച്ചു നോക്കൂ. ഞാൻ റഷ്യൻ ഭാഷയിൽ പറഞ്ഞു, നിങ്ങളുടെ പാദങ്ങൾ നിങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കട്ടെ. കാരണം മുൻപ് കണ്ടുമുട്ടിയ മംഗോളിയക്കാരായ അച്ഛനും മകനും ഇതേ ആശംസയായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. കുറച്ചുനേരം നിശബ്ദനായിരുന്ന ആ വൃദ്ധൻ പതുക്കെ മുറിഞ്ഞ റഷ്യൻ ഭാഷയിൽ സംസാരിച്ചു. കുഞ്ഞെ, കുറച്ച് പതുക്കെ സംസാരിക്കൂ. എനിക്ക് റഷ്യൻ മനസ്സിലാകും. പക്ഷേ വർഷങ്ങളായി റഷ്യൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് സംസാരിക്കാൻ അല്പം പ്രയാസമുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഞാൻ സാവധാനത്തിൽ സംസാരിച്ചു. അവൻ അതീവ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചു കേട്ടു. ഞങ്ങൾ വളരെ ദൂരത്തുനിന്ന് വരുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. ആ വൃദ്ധൻ റഷ്യൻ വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിരുന്നത്. അതിനാൽ ഞങ്ങളുടെ സംഭാഷണം ആമയുടെ വേഗതയിലാണ് നീങ്ങിയത്. നിങ്ങളുടെ അടുത്ത് ഒട്ടകമില്ലേ? ഞങ്ങൾ വളരെ ദരിദ്രരാണ്. ഞങ്ങൾക്ക് ഒട്ടകത്തെ വളർത്താനുള്ള സാഹചര്യമില്ല. പോട്ടെ, നിങ്ങളുടെ അടുത്ത് കുതിരയെങ്കിലുമില്ലേ? കുതിരയുമില്ല. കഴുത? അതുമില്ല. ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ അയാൾ വളരെയധികം സങ്കടം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ദൂരെയുള്ള ടിബറ്റിലെ ലാസ പട്ടണത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോവുകയാണെന്ന് കേട്ടപ്പോൾ ആ വൃദ്ധൻ ചിന്താക്രാന്തനായി. അത് വളരെ ദൂരത്താണെന്നും ആ വഴിയിൽ സൂര്യൻ വളരെയധികം ബുദ്ധിമുട്ടിക്കുമെന്നും അയാൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാൾ ക്രിസ്റ്റീനയുടെ നേരെ തിരിഞ്ഞുനോക്കി. സ്വർണ്ണനിറമുള്ള മുടിയും നീലക്കണ്ണുകളുമുള്ള അവളുടെ മുഖം അയാളെ വളരെയധികം ആകർഷിച്ചു. ഇവൾ ആരാണ്? ഇവൾക്ക് എത്ര വയസ്സായി? ഇവളെ എന്തിനാണ് ഈ കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴിയിലൂടെ കൊണ്ടുപോകുന്നത്? തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ നേരത്തെ നൽകിയ ഉത്തരങ്ങൾ തന്നെ സാവധാനം പറയേണ്ടിവന്നു. വിശ്രമജീവികളായ ആ തീർത്ഥാടകർ ഒട്ടും തിരക്കിലായിരുന്നില്ല. എല്ലാവരും ഞങ്ങളുടെ സംഭാഷണം വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങളോട് റഷ്യൻ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് തന്റെ കൂട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ ആ വൃദ്ധന് വലിയ താൽപ്പര്യമുള്ളതുപോലെ തോന്നി. ഞങ്ങളോട് സംസാരിച്ച ശേഷം അയാൾ തന്റെ കൂട്ടുകാരുടെ നേരെ തിരിഞ്ഞ് ഞങ്ങളുടെ കഥ വിവരിക്കാൻ തുടങ്ങി. അവരെല്ലാം കണ്ണുമിഴിച്ചു നോക്കിക്കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുകയും അയാളുടെ വിവരണത്തിന് തലയാട്ടുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാം തങ്ങളുടെ ഭാണ്ഡങ്ങളിൽ നിന്ന് ഓട്സ് റൊട്ടികളും ബാർലിയും ഉണങ്ങിയ പഴങ്ങളുമെടുത്ത് ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെല്ലാം അവ ഞങ്ങളുടെ സഞ്ചിയിൽ നിറയ്ക്കുകയും വീണ്ടും അവരെ തലകുനിച്ച് വന്ദിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള രക്ഷപ്പെടലിനുശേഷം ഞാൻ കണ്ട വലിയ മാറ്റം. ലളിതമായി ജീവിക്കുന്ന ഈ ഗോത്രവർഗക്കാർ ദരിദ്രരും ഒരുപക്ഷേ പരിഷ്കൃത ലോകത്തിന്റെ കണ്ണിൽ അപരിഷ്കൃതരുമാണെങ്കിലും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും കാര്യത്തിൽ നാഗരിക ലോകത്തേക്കാൾ 1000 മടങ്ങ് മുകളിലായിരുന്നു എന്നതാണ്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിർമ്മലമായ ഹൃദയത്തോടെയാണ് അവർ സഹായിച്ചിരുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അവർ പരമാനന്ദം കണ്ടെത്തി.
നാഗരിക രാജ്യങ്ങളിലെ അമാനവികത, ഇവരുടെ മാനുഷികമായ അനുകമ്പയ്ക്കു മുന്നിൽ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. മംഗോളിയയിലൂടെയുള്ള 2 ആഴ്ചത്തെ യാത്രയിൽ രാത്രി കാവൽ നിൽക്കുന്നത് ഞങ്ങൾ നിർത്തിയിരുന്നു. ഭക്ഷണം റേഷൻ ചെയ്യേണ്ട ആവശ്യവും വന്നില്ല. വഴിയിൽ കാണുന്ന യാത്രികരോടോ ഗ്രാമീണരോടോ സഹായം ചോദിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾക്കായി കാത്തുനിൽക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധം അവർ മത്സരബുദ്ധിയോടെ ഞങ്ങളെ സഹായിച്ചു. ഏതൊക്കെ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് കൃത്യമായ സ്ഥലവും കാലവും വെച്ച് ഓർത്തിരിക്കുക എനിക്ക് പ്രയാസമായി വന്നു. പ്രത്യേകിച്ച് മംഗോളിയ കടക്കുന്ന സമയത്തെ സംഭവങ്ങൾ കൃത്യമായി പറയാൻ കഴിയില്ല. ഇത്രമാത്രം എനിക്ക് വ്യക്തമായി പറയാം. ഭീകരമായ ഗോബി മരുഭൂമിയിലേക്ക് ഞങ്ങൾ പെട്ടെന്നൊരിക്കലല്ല എത്തിപ്പെട്ടത്. വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ ഇതുതന്നെയാകണം ഗോബി മരുഭൂമിയെന്ന് 2 തവണ ഞാൻ കരുതിയിരുന്നു. എന്നാൽ ദിവസങ്ങളോളം നടന്നുകഴിഞ്ഞപ്പോൾ പച്ചപ്പുള്ള മലനിരകളും ഒഴുകുന്ന അരുവികളും മുന്നിലെത്തി. ദാഹം തീരുവോളം വെള്ളം കുടിച്ച് വിശ്രമിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. വീണ്ടും ഇതുപോലെ വെള്ളം കുടിക്കാൻ എത്ര ദിവസങ്ങൾ കഴിയേണ്ടിവരുമെന്നതിനെക്കുറിച്ച് അന്ന് ഞങ്ങൾക്കറിവില്ലായിരുന്നു. പിറ്റേന്ന് നടക്കുമ്പോൾ ഞങ്ങൾ വ്യാപാരികളുടെ സ്ഥിരം പാതയിലെത്തിച്ചേർന്നു. അതിലൂടെ കുറച്ചുദൂരം നടന്നപ്പോൾ 4 മംഗോളിയക്കാർ വഴിയരികിൽ ഇരിക്കുന്നത് കണ്ടു. അവർ ഒരു ഇരുമ്പ് പാത്രത്തിൽ എന്തോ ഇട്ട് തിളപ്പിക്കുകയായിരുന്നു. താഴെ തീ എരിയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അവർ പതിവുപോലെ എഴുന്നേറ്റ് നിന്ന് തലകുനിച്ചു വന്ദിച്ചു. ഞങ്ങൾ തിരികെ വന്ദിച്ചപ്പോൾ അവർ ഞങ്ങളെ അരികിലിരിക്കാൻ ആംഗ്യം കാട്ടി. ഞങ്ങൾ മുൻപ് കണ്ടുമുട്ടിയ യാത്രികരേക്കാൾ ദരിദ്രരായിരുന്നു ഇവർ. അവരുടെ പക്കൽ ആകെ ഒരു കുതിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്മേലാണ് യാത്രയ്ക്കാവശ്യമായ സാധനങ്ങൾ കെട്ടിവച്ചിരുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ അവർ തിളപ്പിച്ചുകൊണ്ടിരുന്ന പാനീയം ഞങ്ങൾക്ക് കൂടെ തികയില്ല എന്ന് അവർക്ക് തോന്നിയിരിക്കണം. ഒരാൾ എഴുന്നേറ്റ് ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിച്ചു. ഞങ്ങളുടെ അപ്രതീക്ഷിതമായ വരവ് അവർക്ക് വലിയ സന്തോഷമാണ് നൽകിയത്. അവിടെയുണ്ടായിരുന്ന മുതിർന്ന ഒരാൾ സ്മിത്തിനെ നോക്കി അവനാണ് ഞങ്ങളുടെ നേതാവ് എന്നുറപ്പിച്ച് മംഗോളിയൻ ഭാഷയിൽ സംസാരിച്ചു. അവർക്ക് കുറച്ചുപോലും റഷ്യൻ ഭാഷ അറിയുമായിരുന്നില്ല. സ്മിത്ത് യാതൊരു ഭാഷയും ഇവിടെ പ്രയോജനപ്പെടില്ലെന്ന് കണ്ട് നമ്മുടെ പഴയ മന്ത്രമായ ലാസ എന്നത് 2 തവണ ജപിച്ചു. കുറച്ചുനേരം ആ മംഗോളിയന്മാർ തമ്മിൽ സംസാരിച്ച് തെക്ക് ദിശയിലേക്ക് കൈചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ഒരാൾ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തകരക്കുഴൽ പോലുള്ള ഡപ്പി പുറത്തെടുത്ത് അതിനുള്ളിൽ ചുരുട്ടിവച്ചിരുന്ന പട്ടുതുണി നിവർത്തി. അതിന്മേൽ നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ചിത്രങ്ങളും അടയാളങ്ങളുമുണ്ടായിരുന്നു. അത് പിടിച്ചുകൊണ്ട് കണ്ണടച്ച് 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ചുരുട്ടി ഡപ്പിക്കുള്ളിലാക്കി വെച്ചു. മിക്കവാറും ആ പവിത്രസ്ഥാനത്തേക്ക് പോകുന്ന നമുക്ക് ശുഭനേർച്ച നേർന്നതാണെന്ന് തോന്നുന്നു. അടുപ്പിനടുത്തിരുന്നവൻ തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു തേയിലക്കട്ട ടീബ്രിക് പുറത്തെടുത്തു. തേയിലയിലകളെ യന്ത്രം കൊണ്ട് അമർത്തി കട്ടയാക്കി മാറ്റിയതായിരുന്നു അത്. അതിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് തിളച്ചുകൊണ്ടിരുന്ന പാനീയത്തിലേക്കിട്ടു. ഒരു മരപ്പാത്രത്തിന്റെ അടപ്പ് തുറന്ന് അതിനുള്ളിൽ നിന്ന് തേൻ പോലെ തോന്നിക്കുന്ന കട്ടിയുള്ള ദ്രാവകം തിളയ്ക്കുന്ന പാനീയത്തിൽ ചേർത്തു. അവന്റെ ഈ മിശ്രണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ നിരന്തരമായി പാത്രത്തിനുള്ളിൽ പാനീയം ഇളക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം 2 മരപ്പാത്രങ്ങളെടുത്ത് അതിൽ നിറയെ ചുട്ടുപൊള്ളുന്ന പാനീയം നിറച്ച് എല്ലാവർക്കും ഊഴമനുസരിച്ച് കുടിക്കാൻ നൽകി. കുടിക്കുന്ന ഊഴം വയസ്സ് അനുസരിച്ചായിരുന്നു. മുതിർന്നവർക്ക് ആദ്യം, ഞാനും ക്രിസ്റ്റീനയും അവിടെയുള്ളവരിൽ ചെറിയവരായതുകൊണ്ട് അവസാനമായിരുന്നു ഞങ്ങളുടെ ഊഴം. ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ഊഴത്തിനായി കാത്തുനിൽക്കുമ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് 2ാം സ്ഥാനമാണെന്ന് തോന്നുന്നു എന്ന് ഞാൻ അവളെ കളിയാക്കി. ഞങ്ങൾ 2 പേരും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് മംഗോളിയന്മാർ തുറിച്ച കണ്ണുകളോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചായ നല്ല ചൂടുള്ളതായിരുന്നു, പക്ഷേ അതിലെന്തൊക്കെയോ കലർത്തി അതിന്റെ രുചി മുഴുവൻ നശിപ്പിച്ചിരുന്നു. എങ്കിലും അവർ അത്രയും വിശ്വാസത്തോടെ നൽകിയത് നിരസിക്കാൻ കഴിയുമായിരുന്നില്ല. ചായയ്ക്കു മുകളിൽ അവരിട്ട കൊഴുപ്പിന്റെ കട്ടകൾ ഒഴുകി നടക്കുന്നുണ്ടായിരുന്നു. ആ മംഗോളിയന്മാർ കുറച്ച് പുകയിലയും ഉണങ്ങിയ പഴങ്ങളും നമുക്ക് നൽകി സൽക്കാരം അവസാനിപ്പിച്ചു. ഞങ്ങൾ അവർക്ക് യാത്ര പറഞ്ഞ് മുന്നോട്ടുപോയി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവരുടെ രൂപങ്ങൾ ചക്രവാളത്തിൽ മറഞ്ഞു. ലാസയിലേക്കുള്ള വഴിപിടിച്ച് നമ്മെ നോക്കി ആ മംഗോളിയൻ എന്തിനാണ് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് വൈകാതെ തന്നെ മനസ്സിലായി. വെള്ളമില്ലാതെ വളരെ കുറച്ച് ആഹാരം മാത്രം കൈവശം വെച്ച് എങ്ങനെയുള്ള ഭീകരമായ അഗ്നിനരകത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചതെന്ന ബോധം ഞങ്ങൾക്കപ്പോൾ ഉണ്ടായി.